ഹലോ ഹായ് ഗായ്സ് ഇന്ന് രാവിലെ പൊന്നൂസ് എങ്ങോട്ടാണെന്നല്ലേ ഒന്നും പറയണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് നമുക്ക് നല്ല പനിയായിരുന്നു, പനിയും ചുമയും ജലദോഷം അവൾ ആകെ പെട്ടുപോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ പനിയൊന്നും എനിക്ക് നിസ്സാരമല്ലടാ, ഇതൊക്കെ പോയാൽ പോട്ടെ എന്നും പറഞ്ഞ് അവൾ സിമ്പിളായിട്ട് ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം അവൾ തന്നെ നടന്നോളും, നമ്മൾ എടുത്തോണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും തന്നെ നടന്നോളും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ആൾ നല്ല ടയേർഡായിരുന്നു കേട്ടോ, ഒട്ടും വയ്യായിരുന്നു. അവൾ ഫുള്ള് ചാഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നൈറ്റ് അവൾ ഫുൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു, അങ്ങനെ നമുക്ക് അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നേ. അവൾക്ക് ഫുൾ പനി ആയിക്കഴിഞ്ഞാൽ നൈറ്റ് ഉറക്കം അവൾക്ക് പറ്റത്തില്ല, കാരണം മൂക്കൊക്കെ അടഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അവൾക്ക് ഉറങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ പൈസയൊന്നും കിട്ടണമായിരുന്നു, പെട്ടെന്ന് തന്നെ പുനലൂരായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ അങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അറിയാലോ ഇപ്പോൾ ഫുള്ള് പനിയൊക്കെ ആയതുകൊണ്ട് കോവിഡും ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഹോസ്പിറ്റൽ കേസിലെല്ലാം ഫുൾ പേഷ്യൻസ് ആയിരിക്കും, തിക്കും തിരക്കൊക്കെ എല്ലാം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ മാസ്ക് അപ്പോൾ മാസ്ക് നമുക്ക് റെഗുലറായിട്ട് വേണമെന്നുള്ളത് മാസ്ക് വാങ്ങി. ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 466 പക്ഷേ അബദ്ധവശാൽ എന്ന് പറയട്ടെ, കഷ്ടകാലം എന്ന് പറഞ്ഞാൽ 290 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ടോക്കണൊക്കെ കൊടുത്ത് ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞ് മെഡിസിനും നെബുലൈസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നൂസിന്, കാരണം അവൾക്ക് നല്ല ജലദോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു തന്നെ. അങ്ങനെ തന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഫാർമസിക്കറി മെഡിസിനെല്ലാം വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് രാവിലെ ആയിട്ട് തന്നെ അധികം ഫാർമസിയിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഫറുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പൊന്നൂസിനെ, അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് മരുന്നൊക്കെ കൊടുത്ത് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ബൈ.